ഇന്നത്തെ ഗോസ്പൽ വായിച്ചപ്പോൾ ഞാൻ എൻ്റെ ദൈവവിളിയെക്കുറിച്ച് ഓർക്കുകയായിരുന്നു. ഞാൻ സെമിനാരിൽ ചേരാനുള്ള ഇമ്മീഡിയറ്റ് റീസൺ എന്ന് പറയുന്നത് എൻ്റെ ഒരു കൂട്ടുകാരനാണ്. കാറ്റീസം ക്ലാസ്സിലും ട്യൂഷൻ ക്ലാസ്സിലും ഒരുമിച്ച് പഠിച്ച കൂട്ടുകാരൻ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഞാൻ സെമിനാരിൽ ചേരാൻ പോവാണ്. അപ്പം ഞാനും വീട്ടിൽ ചെന്ന് പറഞ്ഞു ഞാനും സെമിനാരിൽ ചേരാൻ പോവാൻ. അന്ന് പൗരോഹിത്യത്തെക്കുറിച്ചോ സഭയെക്കുറിച്ചോ എനിക്കൊരു ധാരണയില്ല. അവൻ സെമിനാരിൽ ചേർന്നു, അതുകൊണ്ട് ഞാനും ചേർന്നു. ഫ്രണ്ട്ഷിപ്പായിരുന്നു അന്നത്തെ റീസൺ എന്ന് പറയുന്നത്. വർഷങ്ങൾക്ക് ശേഷം ഇന്ന് ഞാൻ ചിന്തിക്കുമ്പോൾ അവനിന്ന് ജീവിച്ചിരിപ്പില്ല. ഞാൻ സെമിനാരിൽ ചേരാനുണ്ടായിരുന്ന റീസണും ഇന്ന് ജീവിച്ചിരിപ്പില്ല. ഇന്ന് ഞാൻ പൗരോഹിത്യത്തിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിന് റീസൺ വേറെയാണ്. എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൻ്റെ റീസൺ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണങ്ങളിങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് മാറിക്കൊണ്ടിരിക്കണം. അതിനെയാണല്ലോ നമ്മൾ ഗ്രോത്ത് എന്ന് പറയുന്നത്. ഇന്നത്തെ ഗോസ്പലിൽ നമ്മൾ ശിഷ്യന്മാരെ കാണുന്ന 4 പേരും ഉടനെ തന്നെ ഈശോ വിളിച്ച ഉടനെ തന്നെ എല്ലാം ഉപേക്ഷിച്ച് ഇറങ്ങിപ്പോരാ. അവർ ഈശോയുടെ പുറകെ പോകുമ്പോൾ അവർക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു വിഷനൊന്നുമില്ല. അവരാകെ കേട്ടിട്ടുള്ള വാക്ക് ചിലപ്പോൾ കിങ്ഡം എന്നായിരിക്കും, ഒരു രാജ്യം ഉണ്ടാവും. അപ്പോൾ ഈശോയുടെ പുതിയ രാജ്യത്തിന് വേണ്ടിയാണ് അവർ ആഗ്രഹിച്ചത്. അതുകൊണ്ടാണല്ലോ കസേരയെക്കുറിച്ചും അധികാരത്തെക്കുറിച്ചും കൂട്ടത്തിൽ ആരാണ് നമ്പർ 1 എന്നതിനെക്കുറിച്ചൊക്കെ തർക്കങ്ങളുണ്ടാവുന്നത്. കുരിശിൻ്റെ ചുവട്ടിൽ ഇവർ 4 പാടും ചിതറി ഓടുന്നതും അതുകൊണ്ട് തന്നെയാണല്ലോ. അപ്പോൾ ഇവർ ഇറങ്ങി പുറപ്പെട്ടതിൻ്റെ കാരണം പിന്നീട് മാറിയെന്നുള്ളതാണ്. അതേ റീസണിൽ തന്നെ നിൽക്കുന്നില്ല. അതാണ് വളർച്ച എന്ന് പറയുന്നത്. പക്ഷെ അവരൊരു കാര്യം ചിന്തിച്ചു. അവർ ഉടനെ ഇറങ്ങി പുറപ്പെട്ടെന്ന് പറയും. ഉടനെ, ഇമ്മീഡിയറ്റ്ലി. നമ്മുടെ ലൈഫിൽ എല്ലാ കാര്യങ്ങളും സെറ്റായിട്ട് എല്ലാ കാര്യങ്ങളും ഒത്തുവന്നിട്ട് റീസണിങ്ങും ലോജിക്കൊക്കെ വെച്ചിട്ട് ഒരു വീടിലേക്ക് എടുത്തിയാടാൻ പറ്റത്തില്ല. ഈശോ വിളിക്കുമ്പോൾ ഉടനെ എടുത്തിയാടുക. പിന്നീട് റീസൺസ് മാറും. ഈശോ നമ്മളെ പഠിപ്പിക്കും.